അമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെത് പരിശുദ്ധമായ നാമം ഇന്ന് ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ മതിയായിരിക്കുവാനും ദൈവോചനവുമായി നിൽക്കുവാൻ സർവകൃപാലുമായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നിങ്ങളോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പ്രത്യേക കർത്താവിന്റെ വിലയേറിയ ദാസി പ്രിയ ബീന സിസ്റ്റർ, മറ്റിതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് പലർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എന്നെ നന്നായിട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിന് മുൻപ് പല പ്രാവശ്യം നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു. ആമേൻ. സ്തോത്രം. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലൂടെയുള്ള ഒരു കാഴ്ചപ്പാട് പ്രിയ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും നന്നായിട്ട് ഉറങ്ങുന്ന ഈ സമയം, ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ പ്രഭാതമേ ആകുമ്പോഴാണ് നന്നായിട്ട് കിടന്നുറങ്ങുന്നത്. എന്നാൽ ആ സമയം നമുക്കുള്ള ആ ജഡത്തിന്റെ സുഖം വേണ്ട എന്ന് വെച്ചിട്ട് ആ പ്രഭാതത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ആ കാഴ്ചപ്പാട് കർത്താവ് കൊടുത്തതിനായി സ്തോത്രം, ഹല്ലേലൂയ. ദിവസങ്ങളിൽ തന്നെ ദാസിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കട്ടെ. ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെറുതെ അല്ല. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത സോണിലായിരുന്നുകൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് സംസാരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടെയാണ് അവർ യാത്ര ചെയ്യേണ്ടത്. ആമേൻ. അവർക്ക് ഓരോ ദിവസത്തേക്കും വേണ്ടുന്നതായ നന്മ അതാത് ദിവസം പ്രഭാതത്തിൽ കർത്താവ് അവർ യാത്ര ചെയ്യുന്ന മേഖലകളിൽ ദൈവം അയച്ചു. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസവും നമ്മൾ വചനത്തിൽ പ്രകാരം അതാത് ദിവസത്തേക്കുള്ള മന്ന അതാത് എല്ലാ പ്രഭാതത്തിലും അവരെവിടെയാണോ യാത്ര ചെയ്യുന്നത്, ഏത് സ്ഥലത്തുകൂടെയാണ് സഞ്ചരിക്കുന്നത്, അതേ സ്ഥലത്ത് അവരുടെ മുൻപിൽ കർത്താവ് വളരെ സേഫായിട്ട് എത്തിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് ജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയും അഭിഷേകവും തന്ന് ഇന്ന് പകൽക്കാലത്തിന് ആവശ്യമായ ദൈവത്തിന്റെ തിരുവചനം നമ്മളോട് സംസാരിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. 2 ദിവസമായി ശബ്ദത്തിന് അല്പം പ്രയാസമുണ്ട്. ശാരീരികമായി ജലദോഷവും മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടുന്ന നന്മ തരും. ഹല്ലേലൂയ. നമ്മൾ ആ മന്ന എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ആ മന്ന ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ അവിടെ കാണുമ്പോൾ ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേകമായ കരുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മൾ ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണം ഏറ്റവും വൃത്തികരമായിട്ടും ഏറ്റവും നമുക്ക് കഴിക്കുവാൻ ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. നിലത്ത് കിടക്കുന്ന ഒരു സാധനവും നമുക്ക് കുട്ടികൾക്കും കൊടുക്കത്തില്ല, നമുക്കും കൊടുക്കത്തില്ല. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് ആ മണലിന്റെ പുറത്ത് വെളിയിലാണ് കർത്താവ് മന്ന ഇട്ടത്. പക്ഷെ ആ മണലിന്റെ മലിനതകളോ അശുദ്ധിയോ ഒന്നും അതിലടുക്കാതെ വേണം ആ ദൈവത്തിന്റെ കരുതൽ. ഹല്ലേലൂയ. മഞ്ഞ് മാറിയ ശേഷം മാത്രമേ ഇവർക്ക് ഈ മന്ന കാണാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മണലാരണ്യത്തിന്റെ പുറത്ത് കർത്താവ് ആദ്യം അല്ലെങ്കിൽ മഞ്ഞിടും. ആമേൻ. സ്തോത്രം. മഞ്ഞിട്ട് മൊത്തവും കവർ ചെയ്തിട്ട് അതിന്റെ പുറത്തും പിന്നെ കർത്താവ് എന്ത് ചെയ്യും? മന്ന ഇട്ടിട്ട് പിന്നെയും അതിന്റെ പുറത്ത് എന്ത് ചെയ്യും? ആമേൻ, മഞ്ഞിടും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അടിയിലുള്ള അതിൻ്റെതായ അണുക്കളും അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ അതിന്റെ മലിനതകളും മീത ഇഴജന്തുക്കളോ പ്രാണികളോ ഒന്നും തന്നെ ഈ മന്നയെ തൊടാൻ കഴിയാത്ത വിധം അത്രയും സേഫ് ആയിട്ടുള്ള നിലയിലാണ് ദൈവം അവരുടെ മുൻപിൽ മന്ന ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവം തരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതേ തരുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. മഞ്ഞൊന്ന് മാറുന്നത് വരെ സൂര്യന്റെ പ്രകാശം അടിച്ച് ആ മഞ്ഞ് മാറിയെങ്കിൽ മാത്രമേ ആ മന്ന പറക്കിയെടുക്കുവാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മൾ അല്പസമയം ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ, ഏതൊക്കെ വിഷയങ്ങളുടെ മേൽ നിന്റെ മറുപടി വന്നു എങ്കിൽ അത് കരത്തിലെടുക്കുവാൻ കഴിയാതെ വേണം, അത് അനുഭവിക്കുവാൻ കഴിയാതെ വേണം, പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു ആ മഞ്ഞും ഉരുകി മാറുന്നത് വരെ നീ അല്പസമയം ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുമെങ്കിൽ, അല്പസമയം ദൈവസന്നിധിയിൽ താണിരിക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഏറ്റവും ബെസ്റ്റ് ആയത് ദൂതന്മാർ ഭക്ഷിക്കുന്ന ഈ ലോകത്തിലെ മറ്റു ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത ഏറ്റവും മേൽത്തരമായ ഭക്ഷണം
തന്റെ ജനത്തിന്റെ അടുക്കലെത്തിച്ച് നീ തേടി പോകേണ്ട, നീ മന്നയെ തേടി പോകേണ്ട. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ അടുക്കലേക്ക് നീ എവിടെയാണോ ആയിരിക്കുന്നത്, നിനക്ക് എവിടെയാണ് വിടുതൽ നിനക്ക് ലഭിക്കേണ്ടത്, അതേ സ്ഥാനത്ത് തന്നെ ദൈവം അതിനെ അയക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതുവരെ നീ അനുഭവിക്കാത്ത ചില നന്മകൾ, ആമേൻ, അത് ഭൗതികമായ ആത്മീകമായ ഒരു പരിധി വിട്ട് ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ ഒന്ന് അത് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതൽ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അവൻ ചില സൂര്യന്റെ പ്രകാശം അടിക്കുന്നത് പോലെ നിന്റെ മേലിരിക്കുന്ന മഞ്ഞിനെ ഇന്ന് പകൽക്കാലം കർത്താവ് ഉരുക്കി മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യമല്ല ഞാൻ ഇത് ഇവിടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, ഈ മഞ്ഞ ഒതുക്കി വെച്ചിരുന്നത് പോലെ വളരെ സേഫ് ആയിട്ടാണ് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഒതുക്കി വെച്ചെങ്കിലും ആ നന്മ അവർക്ക് കിട്ടണമെങ്കിൽ ഈ മഞ്ഞ് മാറിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലുള്ള നന്മ നീ കാണാതെ വേണം, നിന്റെ ജീവിതത്തിലെ നന്മയെ നീ അനുഭവിക്കാതെ വേണം. അത് മൂടിയിരിക്കുന്ന ചില മഞ്ഞുകൾ, ഹല്ലേലൂയ, ആ മഞ്ഞ് ഉരുകണമെങ്കിൽ ഒരു സൂര്യന്റെ പ്രകാശം അടിക്കണം. ഹല്ലേലൂയ. സൂര്യപ്രകാശം അടിച്ചെങ്കിൽ മാത്രമേ ആ മഞ്ഞയ്ക്ക് പുറത്തു വരുവാൻ കഴിയുള്ളൂ, ആ മഞ്ഞ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. ആയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങളെ ഇന്ന് പകൽക്കാല സ്വർഗമടന്ന് മാറ്റുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എത്ര അധ്വാനിച്ചിട്ട് എത്ര തുഴഞ്ഞിട്ടോ അക്കരെ മറുകര കാണുവാൻ കഴിയാത്ത വിധത്തില് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നിനു മീതെ ഒന്നായിട്ട് കടന്നു വന്നു നിന്നെ മുക്കിക്കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നന്മ നിന്റെ കരങ്ങളിൽ എത്താതിരിക്കുവാൻ വേണ്ടി പിശാചൊരുക്കുന്ന പദ്ധതികൾ ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. ചില വിടുതലുകൾ പിറക്കിയെടുക്കുന്ന, ചില നന്മകൾ അനുഭവിക്കുന്ന ഒരു പകൽക്കാലമാണിതെന്ന് ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ ചിലരോട് ആലോചന പറയുകയാണ്. നിരാശയുടെ മക്കളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയും, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകണം, ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ പകൽക്കാല ഇന്നത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കുമെന്ന് പറഞ്ഞു ഭാരത്തോടായിരിക്കുന്ന പ്രിയ ദൈവ പൈതല് ഇന്ന് പകൽക്കാലം പറയും, നിനക്ക് ആവശ്യമുള്ളത് നിന്റെ കരങ്ങളിൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന, അത് എത്ര ആഴത്തിൽ മുടിക്കിടന്നാലും എത്ര മഞ്ഞ് കിടന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും നിനക്കുള്ള നന്മ കർത്താവ് നിന്റെ കരങ്ങൾ തരും. അത് ആരും കാണാതെ വളരെ സേഫ് ആയിട്ട് നിന്റെ കരങ്ങളിൽ നിനക്കുള്ള നന്മയെ മറ്റൊരു വ്യക്തിക്ക് എടുക്കുവാൻ ഒരിക്കലും അവകാശമില്ല. ഹല്ലേലൂയ. കാരണം ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും ആളൊന്നിന് കർത്താവ് അളന്നു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിനക്കുള്ള നന്മ, നിന്റെ കരങ്ങളിൽ എത്തേണ്ട നന്മ, അത് ആർക്കും തടയാൻ ഒരു പരിധി വരെ കഴിയുള്ളൂ. സൂര്യന്റെ പ്രകാശം ഉദിക്കുന്നത് മാത്രമേ ഈ മഞ്ഞയ്ക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയുള്ളൂ. എത്ര മറഞ്ഞിരുന്നാലും എത്ര മൂടൽ മഞ്ഞിരുന്നാലും സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോൾ മഞ്ഞ് മാറിപ്പോയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതല് നിന്റെ നന്മകൾക്കെതിരായിട്ട് ശത്രു ഒരുക്കുന്ന പദ്ധതികൾക്ക് ഒരു പരിധി വരെ നിൽക്കുവാൻ കഴിയുള്ളൂ. നിന്റെ പ്രാർത്ഥന, നിന്റെ കണ്ണുനീര്, നിന്റെ ഉപവാസത്തിന്റെ മുൻപ് അത് തകർന്നു പോയിട്ട് നിനക്കുള്ള നന്മ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ എത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. ഒരു വ്യക്തികൾക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല. ചിലപ്പോൾ കുറച്ച് സമയം നിന്റെ കൈകളിൽ എത്തുവാൻ വൈകി എന്നിരിക്കാം. എന്താണ് കർത്താവേ എനിക്ക് മാത്രം ഈ വിടുതലില്ലാത്തത്? ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വേണ്ടുന്നതെല്ലാം ചെയ്യുന്നു, പലരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം മറുപടി വിടുന്നു, പക്ഷെ എന്റെ വിഷയത്തിന് മാത്രം എന്താണ് എന്ന് പറഞ്ഞ് ആ മറുപടി ലഭിക്കാത്തത്, എന്താണ് ഒരു വിടുതൽ ലഭിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതല് ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, എത്ര അവൻ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നന്മ നിന്റെ കരങ്ങളിൽ എത്തിക്കുന്ന പകൽക്കാലമാണെന്ന് കർത്താവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നമ്മളോട് ചിലത് പറയുവാനുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ, എല്ലാവരും നന്നായിട്ട് ഒത്തിരി പ്രാവശ്യം മെസ്സേജ് കേട്ടിട്ടുള്ള, എല്ലാവരും കാണാപ്പാടം പോലെ പഠിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു വാക്യമാണ് കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത്. ആമേൻ. ആ വാക്യം നമുക്ക് വേഗത്തിൽ വായിച്ച് ഒന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിലെ 3-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിലെ 3-ാമത്തെ വാക്യം.
ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം സിസ്റ്റർ. 4-ാം വാക്യം കൂടെ. സ്തോത്രം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവി എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. നമുക്ക് അല്പസമയം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ തന്നെ ഒരുപാട് തവണ മെസ്സേജുകൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്കുണ്ടെന്ന് വേണ്ടുന്ന നന്മ കർത്താവ് തരുവാൻ വേണ്ടി നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ കർത്താവെ പ്രതിസന്ധികൾ അതിജീവിക്കുവാണ് ഒരു ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. അടങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഓരോന്നായി പാടകിന്മേലാടിച്ചിടുമ്പോൾ അരുമനാഥൻ എൻ പാടകിലേറി ശാന്തത വരുത്തിയല്ലോ. പ്രതികൂലങ്ങൾ ഓരോന്നായി പാടകിന്മേലാടിച്ചിടുമ്പോൾ അരുമനാഥൻ എൻ പാടകിലേറി ശാന്തത വരുത്തിയല്ലോ. യേശു മതി, ആ സ്നേഹം മതി, ഈ ധരയാത്ര ചെയ്യുവാൻ. യേശു മതി, ആ സ്നേഹം മതി, ഈ ധരയാത്ര ചെയ്യുവാൻ. ഏകയായി ഞാൻ തീരും നേരം ചാരെ വന്നോ മനിക്കും യേശുവിൻ്റെ ആതുല്യ സ്നേഹം വർണ്ണിപ്പാനാവതില്ലേ. ഏകനായി ഞാൻ തീരും നേരം ചാരെ വന്നോ മനിക്കും യേശുവിൻ്റെ അതുല്യ സ്നേഹം വർണ്ണിപ്പാനാവതില്ലേ. യേശു മതി, ആ സ്നേഹം മതി, ഈ ധരയാത്ര ചെയ്യുവാൻ. യേശു മതി, ആ സ്നേഹം മതി, ഈ ധരയാത്ര ചെയ്യുവാൻ. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന ഈ പ്രഭാതത്തിൽ കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രഭാതത്തില് അന്നുള്ള മന്ന കൊടുത്തതുപോലെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചന ഈ വചനത്തിലൂടെ കർത്താവ് കേൾപ്പിക്കണമേ. അടിയങ്ങൾ അവിടുത്തെ വകയാണ് കർത്താവ്. ഈ തിരുവചനം അവിടുത്തെ വകയാണ്. ഈ കർത്താവ് പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അവിടുത്തെ ആയിരിക്കുന്ന ഞങ്ങളുടെ വിലയേറിയ ദൈവദാസന്മാർ, ദൈവദാസിമാർ, പ്രിയപ്പെട്ടവരെല്ലാവരും അവിടുത്തെ വകയാണ് കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലത്ത് പാദപ്പെടുത്തെങ്കിലായിരിക്കുന്നു ഈ വചനത്തിൽ ഞങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഏകാന്തത നമ്മളെ ഫീൽ ചെയ്യും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിലായിരിക്കും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഏകാന്തത, ഒരു ശൂന്യത നമ്മുടെ ഫീൽ ചെയ്യും. ആ സമയത്ത് കർത്താവ് പറയുന്ന കർത്താവിന്റെ സ്നേഹ ഹല്ലേലൂയ ചാരെ വന്ന ആർക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ, ആരടുത്തും നമ്മുടെ ഹൃദയത്തില് വേദന ഒന്ന് പറയുവാൻ കഴിയാതെ, എന്റെ വിഷമം ഇതാണെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കോ മറ്റുള്ള ആരടുത്തും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ അറിഞ്ഞ് ചാരെ വന്ന് നമ്മളെ തലോടി നമ്മളെ ഓമനിക്കുന്ന കർത്താവിന്റെ സ്നേഹം. ആ കർത്താവിന്റെ സ്നേഹമുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരവും ഇല്ലായ്മ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന ചില വരികളാണ് ഞാനിവിടെ പാടിയത്. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനും ഇത് ഒന്നായിട്ട് ആമൻ ആഞ്ഞടിച്ച് നമ്മുടെ പടകിനെ മുക്കിക്കളയുവാൻ ഇരിക്കുമ്പോൾ
ആ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മളെ താങ്ങി തലോടി മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയും അഭിഷേകവും തന്ന് ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ലൂക്കോസിന്റെ സുവിശേഷം 5-ാമധ്യായ അതിന്റെ 3-4 വാക്യമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. ഒത്തിരി തവണ നിങ്ങൾ മെസ്സേജ് കേട്ടിട്ടുള്ളവരാണ്, ഒത്തിരി തവണ ഈ വാക്യത്തിൽ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് കാലം കർത്താവ് ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വാക്യമാണ്. ഒത്തിരി പടകുകൾ ആ ഗലീലയുടെ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ ഉണ്ടായിരുന്നു. ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പല കാര്യത്തിനും വേണ്ടി, പല ആവശ്യത്തിനും വേണ്ടി ആ കടൽക്കരയിൽ വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് ആമേൻ അവരുടെ ആരുടെയും പടകിൽ കയറിയില്ല, അവരുടെ ആരുടെത്തും ദൈവം സംസാരിച്ചില്ല. ഒരുപാട് പടകൾ ഉണ്ടായെങ്കിലും ശിമോൻ ഉള്ളതായ ഒരു പടകിലാണ് യേശു കർത്താവ് ആമേൻ കയറിയത്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ദേശത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും അവരെ ഒന്നും ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാതെ നമ്മളെ മാത്രം തെരഞ്ഞു വന്ന് ഹല്ലേലൂയ നമ്മുടെ പടകിൽ, ജീവിതമാകുന്ന പടകിൽ യേശു കർത്താവ് കയറി ആമേൻ നമുക്ക് ഈ ശ്രേഷ്ഠകരമായി ഒരു പദവി തരുവാൻ വേണ്ടി കർത്താവ് നമ്മളോട് കാണിച്ച ദയ. ഹല്ലേലൂയ. നമ്മളെക്കാൾ ശ്രേഷ്ഠരായവർ, ഉന്നതരായവർക്ക് ഈ പദവി ലഭിക്കാതെ പോയപ്പോൾ നമ്മുടെ പടകിൽ യേശു കർത്താവ് കയറിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. എത്ര പേർ ആ ഭാഗ്യം അനുഭവിക്കുന്നു, എത്ര പേർ വിശ്വസിക്കുന്നു എന്നെ കർത്താവ് തേടി വന്നു. ആ കടൽക്കരയിൽ ഒരുപാട് പടകുകൾ ഉണ്ടായിരുന്നു, അവൻ ഒരുപാട് മനുഷ്യനും ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും യേശുവിന് വേണ്ട. യേശുവിന് വേണ്ടത് ശിമോൻ പത്രോസിന്റെ പടകായിരുന്നു. അവൻ ആ പടക് ഹല്ലേലൂയ യേശു കർത്താവ് ചോദിച്ചപ്പോൾ തന്നെ നല്ല മനസ്സോടെ അവൻ യേശു കർത്താവിന് വേണ്ടി ആ പടക് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ആ പടകുകളിൽ നമുക്ക് 3-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി. ആമേൻ. ഹല്ലേലൂയ. ആ യേശു കർത്താവ് കയറുവാൻ വേണ്ടി ആ പടകിനെ ശിമോൻ പത്രോസ് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി നമുക്കുള്ള ഒരു സാധനത്തിൽ കയറുവാനോ നമ്മുടെ വീട്ടിൽ കയറുവാനോ വന്നാൽ നമ്മൾ അനുവാദം കൊടുക്കത്തില്ല. ആമേൻ. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിന് കഴിയത്തുമില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നു അപരിചിതരെ വന്നാൽ നമ്മൾ വീട്ടിൽ കയറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ ശീമോൻ പത്രോസിന് യേശുവിനെ അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ യേശു കർത്താവ് കടന്നു വന്ന് അവന്റെ പടകിൽ കയറുമ്പോൾ അവൻ അതിന് അനുവദിച്ചു കൊടുത്തു, അവൻ അത് സമ്മതിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാമധ്യായം 20-ാം വാക്യം വായിക്കുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് ഒരിക്കലും നിർബന്ധത്താൽ ഇടിച്ചു കയറി വരത്തില്ല. നമ്മൾ മനസ്സോടെ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രവേശിക്കുകയുള്ളൂ. ഇവിടെ ഒരുപാട് പടകുണ്ടെങ്കിൽ ആ ശിമോൻ പത്രോസിന്റെ പടകിൽ കയറിയപ്പോൾ ശിമോൻ പത്രോസ് അതിന് അനുവാദം കൊടുത്തു. യേശു കർത്താവ് ആ പടകിൽ കയറി ഇരുന്ന് അവിടെ നിന്ന് ഉഷാരത്തോടെ ഹല്ലേലൂയ യേശു കർത്താവ് സംസാരിക്കാനിടയുണ്ടായി. പല കാര്യങ്ങളും യേശു കർത്താവ് സംസാരിച്ചു. ആ ശിമോന്റെ പടകിൽ കയറി ഇരുന്നിട്ടാണ് ആ യേശു കർത്താവ് ശിമോന്റെ കൂടെ ഇരുന്നിട്ട് യേശു കർത്താവ് ശിമോന്റെ പടകിൽ ഇരുന്നിട്ട് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു, മറ്റുള്ളവരോട് പലതും സംസാരിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പടകിൽ ശിമോനുള്ളതല്ല ഒന്നിൽ കയറി അവൻ അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ പടകിൽ കയറിയിട്ട് യേശു കർത്താവ് പറഞ്ഞു, നീ അല്പം കൂടെ ആമേൻ നീക്കണം. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന അനുഭവമല്ല, ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ ഇരുന്നാൽ യേശു കർത്താവിന് നിന്റെ പടകിൽ, നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അല്പം കൂടെ നീക്കണം. ഹല്ലേലൂയ. എന്തായിരുന്നാൽ പടകിന്റെ കരയിലായിരിക്കുന്നതിന് മുൻപോട്ട് നീക്കുവാനല്ല യേശു കർത്താവ് പറഞ്ഞത്. ആമേൻ. പുറകോട്ട് നീക്കണം, ആഴത്തിലേക്ക് നീക്കണം. താഴോട്ട് നമ്മൾ വായിക്കുവാൻ മുമ്പോൾ കഴിയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലമിറക്കുവിനെന്ന് യേശു കർത്താവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പടക് കരയോട് ചേർന്നിരിക്കുകയായിരുന്നു. ആ പടക് കരയോട് ചേർന്നിരിക്കുന്ന പടകിൽ നിന്ന് അല്പം കൂടെ നീക്കണം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, ഇന്നുള്ള പ്രാർത്ഥനയുടെ അനുഭവം പോരാ, ഇന്നുള്ള വചന ധ്യാനത്തിന്റെ അനുഭവം പോരാ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഇങ്ങനെയൊക്കെ പോയാൽ മതി, എനിക്ക് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്താൽ മതി. ആമേൻ. ഞാൻ പോകുന്ന വഴി സേഫ് ആണ്, എന്റെ വഴി യേശു കർത്താവിന് പ്രിയപ്പെട്ടതാണ്, യേശു കർത്താവ് പറയുന്നത് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു മതി. ഇന്നുള്ള അവസ്ഥയിൽ കൂടെ പോയാൽ
പോയാൽ മതി എന്നിരിക്കുന്ന പ്രിയ ദൈവ പൈതല്, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു പോരാ, നീ അല്പം കൂടെ നീങ്ങണം. ഹല്ലേലൂയ. അല്പം കൂടെ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയില്, വചന ധ്യാനത്തില്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നതിൽ അല്പം കൂടെ നീ പുറകോട്ട് ആഴത്തിലേക്ക് അല്പം കൂടെ നീ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അല്പം കൂടെ നീ നീങ്ങിക്കൊടുത്താല്, അല്പം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നെങ്കില് കർത്താവ് നിന്റെ പടകിൽ കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ ഉപദേശിക്കുവാൻ കഴിയുള്ളൂ. നീ നിന്നിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് നിറപടിയായി പൂർത്തിയാക്കി നിന്നെ മേലുള്ള വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ നീ അല്പം കൂടെ ദൈവസന്നിധിയിൽ അടുക്കണം. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന അനുഭവം പോരാ, ഇന്നായിരിക്കുന്ന അഭിഷേകം പോരാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു അല്പം കൂടെ ദൈവസന്നിധിയിൽ നീ അടുക്കണം. അല്പം കൂടെ ദൈവത്തോട് നീ ചേർന്ന് വരണം. അല്പം കൂടെ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ ആ കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ സഹോദരി ദാസി പാടിയതുപോലെ നിൻ മാറോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം. ആ മാറോട് ചേർന്നെങ്കിൽ മാത്രമേ ആ മാറിന്റെ ചൂടും ഹല്ലേലൂയ ആ നെഞ്ചിലെ ചൂടും ആ കർത്താവ് പറയുന്ന ചെറിയ കർത്താവ് വിടുന്ന ശ്വാസവും ആ കർത്താവിന്റെ ചെറിയ വാക്കുകളും പോലും കേൾക്കണമെങ്കിൽ എത്രത്തോളം ആ നെഞ്ചോട് ചേർന്നിരിക്കുമോ അത്രത്തോളം ചെറിയ ചെറിയ സ്പന്ദനം പോലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഒരു വ്യക്തിയുടെ നെഞ്ചോട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മൾ ഹല്ലേലൂയ ചേർത്ത് പിടിക്കുന്നത് പോലെ എത്രത്തോളം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമോ അത്രത്തോളം അവരുടെ ഹാർട്ട് ബീറ്റ്സ് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും, അവരുടെ ചൂട് നമുക്ക് അറിയുവാൻ പറ്റും, അവരുടെ ശരീരത്തിലെ ഗന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ആയതുപോലെ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതല്, യേശു കർത്താവിനോട് നീ എത്രത്തോളം അടുത്തു വരുമോ, യേശു കർത്താവിനോട് നീ എത്രത്തോളം ചേർന്നിരിക്കുമോ അത്രത്തോളം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത്രത്തോളം ആർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടണമെങ്കിൽ, മറ്റുള്ളവർക്കെക്കാളും ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലേക്ക് നിന്നെ നടത്തണമെങ്കിൽ നീ കുറച്ചുകൂടെ യേശുവിനോട് ചേർന്നിരിക്കണം. ആ ശീമോനോട് പറഞ്ഞു നീ അല്പം കൂടെ നീക്കണം, അല്പം കൂടെ ദൈവത്തോട് അടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്നെ കൊണ്ട് ഉപയോഗിക്കുവാൻ കഴിയുള്ളൂ. നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെങ്കിൽ, നീ മുഖാന്തരം ചിലര് നന്മകൾ കൂടെ വെളിപ്പെട്ട് വരണമെങ്കിൽ ഹല്ലേലൂയ നീ അല്പം കൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരണം. ഹല്ലേലൂയ. ശീമോൻ രാത്രികാലം മുഴുവനും അധ്വാനിച്ചു. ആമേൻ. സ്തോത്രം സ്തോത്രം. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ ഉപദേശിച്ച് തീർന്ന ശേഷം ശീമോനോട് ആഴത്തിലേക്ക് ഇറങ്ങി മീൻ പിടുത്തത്തിന് വല ഇറുക്കുവാൻ പറഞ്ഞു. കഴിഞ്ഞ രാത്രികാലം മുഴുവനും അധ്വാനിച്ചതാണ്. ഒരു രാത്രി മുഴുവൻ അവർ നന്നായിട്ട് പരിശ്രമിച്ചു. ആമേൻ. ശീമോൻ പത്രോസ് ആദ്യമായിട്ടല്ല മീൻ പിടിക്കാൻ പോകുന്നത്. അവരുടെ തൊഴിലെന്ന് പറഞ്ഞത് മീൻ പിടുത്തമാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ഹല്ലേലൂയ ആമേൻ 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 സ്തോത്രം ഒഴിഞ്ഞ പടകും ഹല്ലേലൂയ ശൂന്യമായ വലയും ആമേൻ സ്തോത്രം സ്തോത്രം അതിനേക്കാൾ ഉപരി ആമേൻ നിരാശയോടെ ഭാരത്തോടെ കടന്നു വന്ന അവന്റെ ഹൃദയത്തിലെ വേദന ഇന്ന് പകൽക്കാലം യേശു കർത്താവ് കണ്ടു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലെ അവന്റെ അധ്വാനം അവൻ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും അവൻ മീൻ പിടിക്കാൻ കടന്നുപോയത്. അവൻ എനിക്ക് മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഇത്ര മീൻ കിട്ടും, ഹല്ലേലൂയ ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് വളരെ കണക്ക് കൂട്ടിയാണ് ശീമോൻ പത്രോസ് കടന്നുപോയത്. പക്ഷെ അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതൽ, നിന്റെ ജീവിതത്തിൽ പല കണക്കുകൂട്ടലുകൾ നമ്മൾ കൂട്ടാറുണ്ട്. പലപ്പോഴും അവൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ എനിക്ക് ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ കണക്ക് കൂട്ടും. പക്ഷെ ആ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിപ്പോയി കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുന്നു ആ കണക്കുകൂട്ടുകൾ തെറ്റിയത് വെറുതെയല്ല. യേശുവിന് നിന്റെ കയ്യിലൊന്ന് കയറാം, നിന്റെ പടകിലൊന്ന് കയറണമെങ്കിൽ ആമേൻ ആ മീന് നിറയെ ഇരുന്നെങ്കിൽ തലേന്ന് മൊത്തം ആമേൻ അവർക്ക് മീൻ കിട്ടിയിരുന്നെങ്കിൽ യേശു വന്നപ്പോൾ യേശുവിന് കയറാൻ പറ്റത്തില്ല. കാരണം ആ മീൻ ആമേൻ പടകിൽ നിറഞ്ഞിരുന്നേനെ. പക്ഷെ യേശു കർത്താവിന് കയറണമെങ്കിൽ ആ പടക് ശൂന്യമായിരിക്കണം. ആമേൻ സ്തോത്രം. ചില സമയങ്ങളിൽ നിന്റെ ശൂന്യത ഉണ്ടല്ലോ, ചില ആമേൻ സമയങ്ങളിൽ നീ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടൽ ഉണ്ടല്ലോ, നിന്റെ കൈകൾ ശൂന്യമായി, നിന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമായി, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നത് പിന്നെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. നിന്റെ പടകിലൊന്ന് കർത്താവിന് കയറണം കേട്ടോ. ഹല്ലേലൂയ. തലേ രാത്രിയിൽ അധ്വാനിച്ചപ്പോൾ മീൻ ഒരുപാട് കിട്ടിയെങ്കിൽ യേശു കർത്താവിന് അവന്റെ പടകിൽ കയറാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. മീന് നിറഞ്ഞിരിക്കുന്ന പടകിൽ ഒരിക്കലും കർത്താവിന് കയറാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചില സമയങ്ങളിലെ ശൂന്യത കർത്താവിന് നിന്നോട് ചിലത് സംസാരിക്കുവാനുണ്ട്, കർത്താവ് നിന്നോട് ചിലത് പറയുവാനുണ്ട്.
നിന്റെ പടകിൽ കർത്താവിന് കയറുവാൻ വേണ്ടിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പടകിൽ കർത്താവിന് കയറി അവൻ ചിലത് നിന്നെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ ചില അവസരങ്ങൾ ശൂന്യതയിൽ കൂടെ നിന്നെ കടത്തിവിടുന്നത്. അവൻ കാരണം അധ്വാനത്തിന് ഒന്നും കുറവില്ല. നിന്റെ കുഴപ്പം കൊണ്ടല്ല ശൂന്യത വരുന്നത്. നീ ജോലി ചെയ്യാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നീ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ശൂന്യത വന്നത്. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചതാണ്, എന്നാലും ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രവൃത്തി കുറവ് കൊണ്ടല്ല. ആമേൻ, സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ ഉദാസീനത കണ്ടല്ല ചില സമയങ്ങളിൽ ചില പ്രതികൂലങ്ങൾ കടന്നത്. പിന്നെയോ യേശു കർത്താവിന് നിന്നെ ഒന്ന് പണിയണം. യേശു കർത്താവിന് നിന്റെ കൂടെ ഒന്ന് ഇരിക്കണം. യേശു കർത്താവിന് നിന്റെ പടകിൽ കുറച്ച് സമയം ചിലവഴിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നിന്നെ ഒരുക്കുന്നതാണെന്ന് ഇന്ന് പകൽക്കാലം പ്രിയ ജനമേ മറന്നു പോകരുത്. ആമേൻ, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാൻ, ആഴത്തിൽ മീൻ പിടുത്തത്തിന് വേണ്ടി വലയിറക്കുവാൻ യേശു കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസിന്റെ നന്മ, പത്രോസിന്റെ വലയിൽ കയറേണ്ട മീനുകൾ ആ കടലിൽ ഇല്ലാഞ്ഞിട്ടല്ല, ചില സമയത്തിലേക്ക് ആ നന്മയെ ഒളിപ്പിച്ചു വെച്ചു. ഹല്ലേലൂയ. ചില മണിക്കൂറുകളിലേക്ക് പൗലോസിന്റെ സോറി ഹല്ലേലൂയ, ഈ ശിമോന്റെ വലയിൽ കയറാനുള്ള മീനിനെ ആമേൻ സംരക്ഷിച്ച് ഒതുക്കി ഒളിച്ചൊരിടത്ത് വെച്ചിരുന്നു. ആ മഞ്ഞയെ ആ മഞ്ഞിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചതുപോലെ ആമേൻ ശിമോന്റെ നന്മയെ കുറച്ചു സമയത്തേക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്തിനാണെന്ന് അറിയാമോ? യേശു കർത്താവിന് നിന്റെ പടകിൽ ഒന്ന് കയറുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞാൽ നീ അനുസരിക്കുമോ? ആമേൻ. ആമേൻ. രാവിലെയാണ് യേശു കർത്താവ് പറഞ്ഞത്, പകലിലാണ് യേശു കർത്താവ് പറഞ്ഞത്. അതാണ് ശിമോൻ പറഞ്ഞത്. കഴിഞ്ഞ രാത്രി ഞങ്ങൾ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷെ യേശു പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ മീൻ പിടുത്തത്തിന് വലയിറക്കുവാൻ. അവൻ 100 ചോദ്യങ്ങൾ അവന്റെ മുൻപിൽ അവന് വന്നെന്നിരിക്കാം. അല്ലെങ്കിൽ കേട്ടു നിന്നവർ അവനോട് പറഞ്ഞായിരിക്കാം, ആമൻ ഇത് വെറും ഒരിക്കലും സംഭവിക്കാത്തതാണ്, ഇങ്ങനെ സംഭവിക്കത്തില്ല. കാരണം മീൻ പിടുത്തത്തിന് ഏറ്റവും അനുകൂല സമയം രാത്രിയിലാണ്. കഴിഞ്ഞ രാത്രി അവർ അധ്വാനിച്ചിട്ട് കിട്ടിയില്ല, പിന്നെയാണോ ഈ രാവിലെ കിട്ടുന്നത്? പലരും പറഞ്ഞായിരിക്കാം, പത്രോസേ പോകണ്ട, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അവരെന്തോ ഒരു ഉറപ്പുണ്ട്, യേശു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവന്റെ മുൻപിൽ അസാധ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ചോദ്യങ്ങൾ മുൻപിലുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി അധ്വാനിച്ചത് കിട്ടാത്തത് എന്ത് ഈ പകല് കിട്ടുന്നത്? എങ്ങനെ കിട്ടും? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? 100,000 ചോദ്യങ്ങളും അസാധ്യങ്ങളും മുഴുവനും അവന്റെ മുൻപിലുണ്ടായിരുന്നു. മുൻപോട്ട് നോക്കിയാൽ സൂര്യപ്രകാശമുണ്ട്. ആമേൻ. മീനുകളൊന്നും വലയിൽ കയറുന്ന ഒരു സാഹചര്യവുമില്ല. എന്നാലും പത്രോസ് അവിടെ പറയുകയാണ്, കർത്താവ് എന്നാലും ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ആർക്കും കിട്ടാത്ത വലിയ നന്മകളെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരുന്ന പകൽക്കാലമാണ് ഇന്ന് പകൽക്കാലം. കർത്താവ് ആലോചന പറയുന്നു. യേശു കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് ഹല്ലേലൂയ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കി. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ കടലിന്റെ ആഴത്തട്ടത്തിലോ ആഴത്തിലേക്ക് പോകും തോറും വിലപിടിപ്പുള്ള, നമുക്ക് തോന്നും പുറത്ത് കുറെ വേസ്റ്റുകളും കുറെ അഴുക്ക ഉപയോഗിച്ചിട്ട് ആൾക്കാർ വലിച്ചെറിഞ്ഞ സാധനങ്ങളും തിരമാലകളും കുറെ മീനുകളും മാത്രമേ നമുക്ക്, ഞണ്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളെ കാണുവാൻ കഴിയുള്ളൂ. പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ പുറമേയുള്ള തിരമാലകൾ ഇല്ല കേട്ടോ, പുറമേയുള്ള അശുദ്ധികൾ ഒന്നും ഇല്ല കേട്ടോ. കടലിന്റെ ആഴത്തിലേക്ക് ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നു അത്രത്തോളം വിളവെടുപ്പുള്ള സാധനങ്ങൾ കയ്യിൽ കിട്ടും. ഹല്ലേലൂയ. ചിലപ്പോൾ അതിന് ദിവസങ്ങൾ എടുക്കും, ചിലപ്പോൾ അതിന് മണിക്കൂറുകൾ എടുക്കും, ചിലപ്പോൾ അതിന് മാസങ്ങൾ എടുക്കും. നമുക്കറിയാം, മുത്തുവാരാൻ പോകുന്ന മുങ്ങൽ വിദഗ്ധരെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവർ മീതെ കൂടെ അല്ല അവർ പോകുന്നത്, അവർക്ക് മീൻ പിടിക്കാൻ പോകുന്നത് പോലെ മീതെ പോയി വിലയിട്ടാൽ അവർക്ക് കിട്ടുന്നതല്ല. അതിനുവേണ്ടി കുറച്ച് അവർ ട്രെയിൻ ചെയ്യണം, ആ വെള്ളത്തിനകത്ത് ജീവിക്കണം, വെള്ളത്തിനകത്ത് പോകാനുള്ള ആ തയ്യാറെടുപ്പുകൾ അവർ നടത്തിയെങ്കിൽ മാത്രമേ അകത്തോട്ട് പോയി ആർക്കും കിട്ടാത്ത വലിയ വിലവെടുപ്പുള്ള കോടികൾ വിലവെടുപ്പുള്ള മുത്തുകൾ അവന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ ഈ വലിയ പടകും കൊണ്ട് വലയും കൊണ്ട് പോകുന്ന മുക്കുവന്മാരെ പോലെ പുറമേ കുറെ മീൻ പിടിച്ചിട്ട് വരുന്നത് പോലെ പോകുവാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോകണം. അതിനുവേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്യണം. അതിനുവേണ്ടി ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അവൻ അതിനുവേണ്ടി തയ്യാറെടുത്തെങ്കിൽ മാത്രമേ കടലിന്റെ അടിത്തട്ടിലുള്ള ചില വിലപിടിപ്പുള്ള ആർക്കും കിട്ടാത്ത ചിലത് അവൻ തപ്പിയെടുക്കണമെങ്കിൽ ചിലത് അവൻ ചില നാളുകൾ അവന് വേണ്ടി പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
നിന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, ഹല്ലേലൂയ സ്തോത്രം. ചിലത് നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ ആർക്കുമില്ലാത്ത വിലപിടിപ്പുള്ള ചില കാര്യങ്ങള്, ആർക്കുമില്ലാത്ത ചില പ്രത്യേകമായ കൃപകള്, ചില കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ ആരും പോകാത്ത ചില സാഹചര്യങ്ങളിൽ കൂടെ പോയേ പറ്റത്തുള്ളൂ. ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഒത്തിരി പേർ അവന്റെ കൂടെ ഉണ്ടാകും, കുറെ സഹായികൾ ഉണ്ടാകും. പക്ഷേ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും, കൂടെ ആരും കാണത്തില്ല. ആമേൻ സ്തോത്രം. ആമേൻ കൂടെ ഇറങ്ങി വരും. ചില ട്രെയിൻ നമുക്കറിയാം, മിലിറ്ററിയിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആമേൻ ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് ഇറങ്ങാം. പക്ഷെ അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞു വരുമ്പോൾ പലരും കൊഴിഞ്ഞു പോകും. ആ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ആമേൻ ഒരു നല്ലൊരു പട്ടാളക്കാരനായി രാജ്യത്തെ സേവിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച പലരും ഹല്ലേലൂയ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പോരാട്ടങ്ങൾ വന്നപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ തകർന്നു പോയെങ്കിൽ ഇന്ന് കേൾക്കുന്ന ദൈവ പൈതല്, നിന്നെ നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ കർത്താവിന്റെ ഉദ്ദേശമുണ്ട്. വെറുതെയല്ല നിന്നെ നിർത്തിയിരിക്കുന്നത്. ചിലത് ആഴങ്ങളിൽ നിന്ന് പിറക്കിയെടുത്ത് വിലപിടിപ്പുള്ളത് ആർക്കും കൊടുക്കാത്തത് നിന്റെ കരങ്ങളിൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആഴത്തിലേക്ക് പോകുന്ന മീൻ പിടുത്തക്കാർ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധക്കാർ ഏറ്റവും ആഴത്തിലേക്ക് ചെന്ന് അവരുടെ കയ്യിൽ ഒത്തിരി ഒന്നും കാണത്തില്ല കേട്ടോ. അവരുടെ കരങ്ങളിൽ ഒരുപാടൊന്നും കാണത്തില്ല. വലിയ വീടോ വലിയ ബംഗ്ലാവോ കോടികൾ ആസ്തിയോ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ വലയുമായി പോകുന്നവർ നിറയെ മീനുമായിട്ട് വരും. അത് ഒരുപാട് പേർക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഈ മുത്ത് തേടി പോകുന്ന ആഴത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അത് മറ്റുള്ളവർക്ക് പോലും കാണുവാൻ പോലും കഴിയാത്ത സാധനമായിരിക്കാം. പക്ഷെ ഒരു വള്ളം നിറയെ മീൻ കിട്ടുന്നതിനേക്കാളും, ഒരു 100 വള്ളം നിറയെ മീൻ കിട്ടുന്നതിനേക്കാളും വിലപിടിപ്പുള്ളതായിരിക്കും ആ ഒറ്റ ഒരു സാധനം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, മറ്റുള്ളവർക്ക് ഒരുപാട് പ്രഹസനങ്ങൾ കാണിച്ചെന്നിരിക്കാം. അവർക്ക് ഈ ലോകപ്രകാരം എടുത്തു പറയുന്ന ഒത്തിരി ശ്രേഷ്ഠതകൾ കാണും. പക്ഷെ നിനക്ക് ഈ ലോകപ്രകാരം ഒന്നുമില്ല എങ്കിലും ഇന്ന് മകൾക്കാലം കർത്താവ് പറയുന്നു, നീ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ഹല്ലേലൂയ വിലയേറിയ മുത്തിനെ ആ പുറത്ത് കൊണ്ടുവരുന്നത് പോലെ അനേകർക്ക് പ്രയോജനപ്പെടുന്നവളാക്കി, അനേകർക്ക് പ്രയോജനമുള്ളവളാക്കി വിലയേറിയ ഒരു മുത്തായിട്ട് ഇത് മകൾക്കാലം കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ആ പത്രോസിന്റെ പടകിൽ ഹല്ലേലൂയ ഒരു ശൂന്യതയുണ്ടായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീ മീൻപിടുത്തത്തിന് വലയിറക്ക. മുഴുവനും അസാധ്യമായിരുന്നു. അവന്റെ മുൻപിൽ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത കർത്താവ് അവന്റെ പടകിനെ നിറച്ചു. ഹല്ലേലൂയ. പരിഹസിച്ചവർ പോലും പരിഹസിച്ചവർ പോലും അതിശയിക്കത്തക്കവണ്ണം ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. കളിയാക്കിയവർ പറഞ്ഞു, യേശു പറയുന്നത് കേട്ട് ഇവൻ പോയപ്പോൾ പലരും കളിയാക്കി, രാത്രി പോയിട്ട് കിട്ടിയില്ല, പിന്നെയല്ലോ ഈ രാവിലെ കിട്ടുന്നതെന്ന് പറഞ്ഞ് കളിയാക്കിയവർ നോക്കി നിൽക്കേ. ഹല്ലേലൂയ. ദൈവം അവനെ അനുഗ്രഹിച്ചുവെങ്കിൽ അവന് മാത്രമല്ല മറ്റുള്ള പടകുകൾക്കും കൊടുക്കുവാൻ തക്കവണ്ണം അവന്റെ പടകിനെ കർത്താവ് നിറച്ചുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഒന്ന് ആഴത്തിലേക്ക് പോകുവാൻ തയ്യാറാണോ? ദൈവത്തോടൊന്ന് കൂടുതലായിട്ട് അടുക്കുവാൻ, യേശു കർത്താവിനോട് അടുക്കുവാൻ, അടുത്തു വരുവാൻ നീ ഒന്ന് തയ്യാറാണോ? നിങ്ങളുടെ കാലം കർത്താവ് പറയുന്നു, നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ മാത്രമല്ല നിന്നെ നോക്കി പരിഹസിച്ചവരുടെ മേൽ, നിന്നെ നോക്കി കളിയാക്കിയവരുടെ മധ്യേ നിന്റെ ഭാവി എന്താകും, നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്താകും? ഹല്ലേലൂയ. എടുത്തു ചാടി കർത്താവിന് വേണ്ടി ഇറങ്ങിയല്ലേ, അവൾ അനുഭവിക്കട്ടെ, അവൻ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു ചർച്ചക്കാരും ബന്ധുക്കളെല്ലാം ഒറ്റപ്പെടുത്തിയെങ്കിൽ എന്റെ മകൾക്കാണ് കർത്താവ് പറയുന്നു, അവൻ യോശുവയോട് പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് നിന്നെ അവർ കാണുക വലിയവനാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നത്. ഹല്ലേലൂയ. 12 പേർ ദേശം ഒത്തുനോക്കുവാൻ പോയി കേട്ടോ. ഹല്ലേലൂയ. 10 പേരും മടങ്ങി വന്ന് സഭയെ ഇളക്കത്തക്കവണ്ണം പല കാര്യങ്ങളും പറഞ്ഞ് സഭയെ ഇളക്കി. പക്ഷേ 2 പേര് ഉറച്ചു നിന്ന് കേട്ടോ. ഹല്ലേലൂയ. യോശുവയും കാലേബും പറഞ്ഞു, ആ പട്ടണം ദൈവം നമുക്ക് തരും. സഭ മുഴുവനും ഇവർക്ക് 2 പേർക്കും എതിരായിട്ട് നിന്നു, 10 പേരുടെ പക്ഷം ചേർന്ന് നിന്നു. പക്ഷേ ഹല്ലേലൂയ അവർക്കൊന്ന് പറയുവാനുണ്ട്, വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന എത്ര വലിയ പ്രതികൂലമായാലും, എത്ര വലിയ അനാഥ്യ മല്ലന്മാരായാലും, അവരുടെ മുൻപിൽ നമ്മൾ വെട്ടുക്കിളിയെ പോലെ തന്നെ തോന്നിയാലും നമുക്ക് മുൻപിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവൻ. ഇന്നുള്ള പ്രതീക്ഷകൾ ഹല്ലേലൂയ, പല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയില്ലേ? പലതും നമ്മൾ കണക്കൂട്ടിയിട്ട് നമ്മുടെ കണക്കൂട്ടങ്ങളെല്ലാം തെറ്റിപ്പോയില്ലേ? ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, എന്റെ കുഞ്ഞെ ഹല്ലേലൂയ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ കർത്താവെ ഞാൻ ഒറ്റയ്ക്കായി പോയോ, എന്തേ എന്റെ കൂടെ വരാത്തെ എന്ന് പറഞ്ഞ് പലപ്പോഴും നീ ഭാരപ്പെട്ടിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ അടുത്ത് കിടക്കുന്ന നമ്മളെ പങ്കാളി പോലും
അറിയാതെ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധി കരഞ്ഞ ദിവസങ്ങളിൽ എന്തിനേറെ ബാത്റൂമിൽ പോലും പോയിരുന്നു കൊണ്ട് എന്റെ ദുഃഖമാറി കാണാൻ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം എത്രയോ തവണ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കരച്ചിലില്ലേ ഇന്ന് മുതൽക്കാല കർത്താവ് പറയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ലോകം മുഴുവനും നിനക്കെതിരായാലും ഹല്ലേലൂയ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മീതെ എത്ര വലിയ മതിൽ കെട്ടി അടച്ചാലും അല്ലയോ യോർദാനെ നിന്റെ മുൻപിൽ വാഗ്ദത്തത്തിന്റെ മുൻപിൽ വഴി മാറത്തില്ല. ഇസ്രായേൽ മക്കളെ അക്കരെ വിടത്തില്ല. വാഗ്ദത്തം കൺമുൻപിലുണ്ട്. ആമേൻ. ആ നദി കടന്നാൽ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാം, പക്ഷെ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് കര കവിഞ്ഞൊഴുകിയ അത്രയും നാളും ഇല്ലാത്ത വെള്ളത്തെ കൊണ്ടുവന്ന് ഭയപ്പെടുത്തുന്ന കുങ്കാര ശബ്ദത്തോട് നിനക്കെതിരെ ഒഴുകിയാലോ, നിനക്കെതിരെ തട്ടകത്തിൽ നിന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു പുരോഹിതന്റെ ഉള്ളങ്കാൽ എപ്പോഴാ ആമേൻ യോർദാനിൽ വെക്കുമോ അപ്പോൾ ആ യോർദാൻ രണ്ടാകും. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥന, നിന്റെ ദൈവസന്നിധിയിലൂടെ നിന്റെ സമർപ്പണം ദൈവം കേൾക്കുമ്പോൾ നിന്റെ മുന്നിൽ എത്ര പ്രതികൂലം നിന്നാലും വാഗ്ദത്തം നിനക്ക് തരത്തില്ല എന്ന് കാണാം, പക്ഷെ നിന്നെ അതിലോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പിറകിലോട്ട് പോകുവാൻ വേണ്ടി നിൽക്കുന്ന യോദ്ധാന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ ആമേ സഭ മുഴുവനും ദാസന്മാർക്കെതിരെ പിറുപിറുത്തു. എന്നാൽ യേശു കർത്താവ് യോശുവയോട് പറഞ്ഞു, യോശുവേ നീ ഭയപ്പെടേണ്ട, ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെട്ടു പോകേണ്ട, പ്രതികൂലത്തെ കണ്ട് നീ ഭാരപ്പെട്ടു പോകേണ്ട. ഇന്ന് പകൽക്കാലം മനുഷ്യൻ പറയുന്നു ആമേൻ നിന്നലെ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് കടലിന്റെ ആഴത്തിൽ ഒളിഞ്ഞിരുന്നാലോ അത് മഞ്ഞിനകത്ത് ഒളിഞ്ഞിരുന്നാലോ ആമേൻ അത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. നീ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങിയ, നീ ഒന്ന് ആമേൻ കർത്താവിനോട് അടുത്തു വന്നാൽ ആമേൻ എത്ര ആഴത്തിൽ കിടന്ന നന്മയാണെങ്കിലും അത് നിന്റെ കരങ്ങളിൽ തന്നെ തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അത് നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഉപയോഗിക്കപ്പെടത്തക്കവണ്ണം നിന്റെ ശൂന്യമായ പടകിന് ഹല്ലേലൂയ ശൂന്യമായ പടകിന് കർത്താവ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ വഴികളും എന്റെ മുൻപിൽ അടഞ്ഞല്ലോ, എനിക്ക് മുന്നോട്ട് പോകുവാൻ ഒരു നിവൃത്തിയുമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് കർത്താവ് പറയുന്നു നീ ധൈര്യമായി മുന്നോട്ട് പോവുക. ആമേൻ. സ്തോത്രം. നിനക്ക് മുൻപായി കർത്താവ് ദൂതനെ അയച്ച് നിനക്ക് വേണ്ടുന്ന വാതിലുകളെ ഖണ്ഡിച്ച് ഇരുമ്പോടാമ്പലുകളെ തകർത്ത് കളയുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ചില സമയങ്ങളിൽ ആമേൻ നിയമത്തിനോ മനുഷ്യർക്കോ കടന്നു ചെന്ന് വിടുവിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതല് നിനക്ക് വേണ്ടി ദൈവം ദൂതനെ അയച്ച് പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തെടുത്ത് വന്നതുപോലെ നീ ഒരു സ്വപ്നം കാണുന്നത് പോലെ അവസ്ഥ ആമേൻ എങ്ങനെ എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ് നീ പോലും അതിശയിക്കത്തക്ക വിധത്തിൽ ചില പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം കർത്താവ് ചെയ്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഒരിക്കലും ഇതിനൊരു പരിഹാരമില്ല, ഇതോടെ ഞാൻ തീർന്നു എന്ന്. ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ. സ്തോത്രം. ഏലിയാവ് പല അത്ഭുതങ്ങളും ചെയ്തവനാണ്, ഒരുപാട് വീര്യപ്രവർത്തികൾ ചെയ്തവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആഹാബിന്റെ മുൻപിൽ പോലും പോയി നിന്ന് ആമേൻ ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചവനാണ്, ദൈവം പറഞ്ഞ ആലോചന പറഞ്ഞവനാണ്. പക്ഷെ ആമേൻ 450 പ്രവാചകന്മാരെ കൊന്നവനാണ്, കർത്താവിന് വേണ്ടി ആമേൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവനാണ്, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവൻ, ഒരുപാട് അത്ഭുതങ്ങളെ ചെയ്തവൻ. ഒരു നിസ്സാര വാക്കിന്റെ മുൻപിൽ ഹല്ലേലൂയ അവൻ തളർന്നു പോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. ആഹാബിന്റെ മുൻപിൽ പോയപ്പോൾ അവന് ജീവിപ്പാൻ ഹല്ലേലൂയ ആമേൻ കാക്കയുടെ ആഹാരം കൊടുത്തു, ആമേൻ കാക്കയുടെ ആഹാരം കൊടുത്തു. ഹല്ലേലൂയ. പക്ഷെ പ്രതിസന്ധി വന്നപ്പോൾ ഹല്ലേലൂയ അവൻ അവിടെ നിന്ന് പിന്നെയും ആമേൻ സ്തോത്രം സാരഭാത്തിലേക്ക് പോയി. സാരഭാത്തിലെ വിധവയെ പോറ്റാൻ കർത്താവ് വിശ്വസ്തനായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അതിനും വലിയ ഒരു പ്രതികൂലം വന്നപ്പോൾ ആമേൻ സ്തോത്രം അവൻ പറഞ്ഞു എനിക്കിനി ജീവിക്കേണ്ട. ഹല്ലേലൂയ. ആഹാബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിന്നവൻ ആഹാബിന്റെ മുൻപിൽ ഹല്ലേലൂയ അവൻ തന്റെ ജീവനെ പോലും അവൻ നോക്കാതെ വേണം കർത്താവിന് വേണ്ടി കർത്താവ് പറഞ്ഞത് അതേപോലെ ദൈവത്തിന്റെ വചനം അതേപോലെ പറഞ്ഞ ഏലിയാവ് ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി ഒളിച്ചിരുന്നു. ആമേൻ സ്തോത്രം. അപ്പോഴവന് ജീവിപ്പാൻ ആമേൻ കാക്കയെ കൊണ്ട് കർത്താവ് പോറ്റി. ആ കാക്കയുടെ വരവ് നിന്ന് തോട്ടിൽ വെള്ളം വറ്റിയപ്പോൾ ഒരു സാരഭാഗത്ത് കർത്താവ് അവന് വേണ്ടി ഒരുക്കി. പക്ഷേ ആ സമയം അവന് നിൽക്കുവാൻ ആഹാരം മതിയായിരുന്നു.
ആ വെള്ളം മതിയായിരുന്നു. പക്ഷേ ഈസബേലിന്റെ മുൻപിൽ അവൻ തകർന്നു പോയി. അവനെ ജീവിക്കണ്ട, എന്റെ ജീവിതം ഇതോടെ അസ്തമിച്ചു, കർത്താവ് എന്നെ ഒന്ന് എടുത്തോളണമേ, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ അവൻ ചൂര ചെടി മരുഭൂമിയിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം, ഇനി ഏലിയാവിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ കാക്കയിലൂടെ അപ്പം പോരാ, സാരഭാത്തിലെ വിധവയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പോരാ, അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ദൂതന്റെ കയ്യിൽ അവൻ അപ്പവും കൊടുത്ത്, ഹല്ലേലൂയ, ദൂതന്റെ കൈവശം വെള്ളവും കൊടുത്ത് അവനെ തട്ടി ഉണർത്തി. ഹല്ലേലൂയ. കാക്ക വന്നാൽ പോരാ, വിധവ വന്നാൽ പോരാ, ആ സാഹചര്യത്തിൽ ഏലിയാവിനെ നിർത്തണമെങ്കിൽ അവൻ ദൂതൻ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൂതൻ വന്ന് അവനെ തട്ടി അവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ജീവിക്കുവാൻ കഴിയാതെ വേണം നിരാശരായിരിക്കുന്ന ദൈവ പൈതൽ എന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ, ഹല്ലേലൂയ, ദൂതന്റെ കൈകളിൽ നിനക്ക് വേണ്ടുന്നത് ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞു, അല്ലയോ ഏലിയാവ്, ഈ എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഹല്ലേലൂയ. ചില ദൂരയാത്രയ്ക്ക് വേണ്ടി ചില തയ്യാറെടുപ്പുകൾ, അതിന് വേണ്ടുന്ന ചില ക്രമീകരണങ്ങൾ കർത്താവ് ഒരുക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഏലിയാവ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവ് 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ എത്തണമെങ്കിൽ ഈ ലോകത്തിലെ ഒരു ഭക്ഷണവും നിനക്ക് പറ്റത്തില്ല. സ്വർഗീയമായ ആഹാരം ദൂതന്മാരുടെ കൈവശം കൊടുത്തെങ്കിൽ മാത്രമേ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതൽ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഇന്നുള്ള ശൂന്യതകളെ കർത്താവ് മാറ്റുന്ന ദിവസമാണ്. ഇന്നുള്ള നിന്റെ ശൂന്യതകൾ, ഇന്നുള്ള നിന്റെ തകർച്ചയെ കർത്താവ് മാറ്റി നിന്നെ ഒന്ന് പുറത്തെടുക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും? കർത്താവിന്റെ പടകിൽ കയറോ. ആമേൻ. എന്റെ ശൂന്യത, എന്നെ കളിയാക്കിയുടെ മധ്യത്തിൽ, എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം എന്നെ അവരെ കാണുകയും ഉയർത്തുന്ന ഒരു ദിവസമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആ കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് നമ്മളെ നിറയ്ക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സാധ്യതകളെല്ലാം അസ്തമിച്ചു പോട്ടെ. എത്രമാത്രം നമ്മളെ വാഗ്ദത്തങ്ങൾ കയ്യെത്തി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ആമൻ യോർദാൻ കടന്നാലോ, ആമൻ നന്മയിലേക്ക് പ്രവേശിക്കാതെ വേണം. എത്ര ഉയരത്തിൽ ആമൻ മതിന് കെട്ടി ഉറപ്പിച്ചാലും നീ ഒന്ന് ആർപ്പിടാൻ തയ്യാറാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ നിന്ന് ആമൻ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ മുൻപിൽ ഏത് ആമൻ ഉയരത്തിൽ കെട്ടിയ കെട്ടുകളായാലോ അത് തകർന്ന് വീഴുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വേണം ആമൻ. ഹല്ലേലൂയ. ഇതിനെ നിർത്തിക്കളയുവാൻ വേണ്ടി, ഈ ഫെലോഷിപ്പിനെ തകർത്തി കളയുവാൻ വേണ്ടി അണിയറയിൽ ശത്രു ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമൻ. സ്തോത്രം. വലിയ കാര്യങ്ങളല്ല, ചെറിയ ഒരു വാക്കിന്റെ മുൻപിൽ ചെറിയൊരു നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് നേരിടും കേട്ടോ. പക്ഷെ ചെറിയ നിസാരം എന്ന് കാണുന്ന പ്രശ്നങ്ങൾ അത് വലുതായി കാണും. അങ്ങനെ ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുന്നതിലുള്ള പ്രിയപ്പെട്ടവർ ഒന്നുകൂടി ഒരുങ്ങണം, ഒന്നുകൂടി ആത്മാർത്ഥതയോടെ ഇതിലൂടെ കർത്താവിന് ഒത്തിരി പദ്ധതികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേരെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ലോകം അറിയാത്തവര് ഈ മിനിസ്ട്രി മുഖാന്തരം, ഈ ഫെലോഷിപ്പ് മുഖാന്തരം ആമേ പുറത്തു കൊണ്ടുവന്ന അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി തീർക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അത് കണ്ടിട്ട് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ചിലരെ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ ഫെലോഷിപ്പ് തന്നെ മുടക്കിക്കളയുവാൻ, ഇതിനെ തകർത്ത് കളയുവാൻ ശത്രു അണിയറയിൽ പദ്ധതി ഒരുക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഇപ്പോഴുള്ളവർ അഥവാ ഒരു പക്ഷേ അവർ അകന്നു പോയാൽ, ആമേൻ സ്തോത്രം, ആമേൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും ഇതിനെ നിർത്തരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഇതിനു വേണ്ടി വിശാലമായ ചില വഴികളെ കർത്താവ് ഒരുക്കി. ആമേൻ സ്തോത്രം. ഇവിടെ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ പോലും ചില ബന്ധങ്ങളെ കർത്താവ് തന്ന് ഇതിനെ അതിരുകളെ വിശാലമാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ആയതുകൊണ്ട് ദിവസങ്ങൾ കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഹല്ലേലൂയ. ആഖാൻ ഒരാൾ ചെയ്ത കുറ്റമാണ് ആ ഇസ്രായേൽ സഭ മുഴുവനും പരാജയത്തിലേക്ക് പോയത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില വിഷയങ്ങൾ പോലും വലിയ പ്രഖ്യാതങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് പറയും, നമ്മൾ ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ വേല ചെയ്ത, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പട്ടണങ്ങളെ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ തക്കണം ഒരു അഭിഷിക്ത തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ആയതുകൊണ്ട് ദിവസങ്ങൾ പ്രതിസന്ധികൾ കണ്ട് ഭാരപ്പെട്ടു പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് ഒന്നും സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഈ ലോകത്തിൽ നമുക്ക് ഒന്നും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ ആത്മാവിനെ നേടി അരുമനാഥന്റെ കൂടെ, ആമേൻ സ്തോത്രം, മധ്യാകാശത്തിൽ കാഹളം കേൾക്കുമ്പോൾ എനിക്ക് മരുമനാഥന്റെ കൂടെ ചേരണം. കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത ഒരു നിത്യ ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ കർത്താവ് വരാറായി. ലോകത്തിലെ സംഭവങ്ങൾ ഓരോന്നും വിളിച്ചറിയിക്കുന്നു. അടുത്ത നിമിഷം നമ്മൾ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ മരണമായാലും കർത്താവിന്റെ വരവായിരുന്നാലോ ആ കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഈ ലോകത്തിൽ ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല. എടുത്തു പറയത്തക്ക ഒരു ശ്രേഷ്ഠതയും കാണത്തില്ലായിരിക്കാം. പക്ഷേ പ്രിയ കേൾക്കുന്ന ദൈവ പൈതൽ, നീ ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാല ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത ചില വിലയേറിയ മുത്തുകള് ആമേൻ നിന്റെ കരങ്ങളിൽ തന്ന് വിലയേറിയവരും മാന്യനുമായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ആയതുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരുമിച്ച് നിന്ന് കർത്താവിന് വേറെ ചെയ്യാം. ആ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരു വയലിൽ നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കാം. കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസിയോടും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും യേശു കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും നന്ദിയും പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിരിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം.